മച്ചന്മാരെ നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് വന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു കുളമാണ്. കുളത്തിൽ ഒരു കുറച്ച് 2-3 ചേച്ചിമാർ മരിച്ചിട്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ 2-3 ചേച്ചിമാർ ഒരു കല്യാണത്തിന് പോയി. അപ്പം കല്യാണത്തിനിടയ്ക്ക് സംഭവം അവരുടെ ഒരാളുടെ കാമുകനായിരുന്നു കല്യാണിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം കാരണം പുള്ളിക്കാരത്തി കണ്ട എടുത്തിട്ടുള്ള നല്ലൊരു ആഴമുള്ള ഒരു കുളമാണ്. ആ കുളത്തിലേക്കൊന്ന് ചാടി ഇവിടെ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ ഒരു കുളത്തിൻ്റെ പക്കത്തുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതാണ് ആ കുളം. ഈ കുളത്തിൻ്റെ അടുത്തായിട്ട് തന്നെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചേച്ചി ആത്മഹത്യ ചെയ്യുമ്പോൾ അവരാണ് ആദ്യം കണ്ടതും കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷെ എന്തായാലും ചേച്ചിയെ രക്ഷിക്കാൻ പറ്റിയില്ല. ആ ചേച്ചി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ 2 ചേച്ചിമാരും കൂടി എടുത്ത് ചാടി. അവരും കൂടിയും മരിച്ചുപോയി. അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദീകരിക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ വന്നപ്പോഴും അവിടുത്തെ ചേച്ചിമാർ എന്നോടൊക്കെ പറഞ്ഞത് ഇവിടെ നിൽക്കണ്ട, ഈ സന്ധ്യസമയത്ത് അവിടെ നിന്നാൽ വളരെ ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ്, ശരിയാവില്ല, പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കഥകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ കഥകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നമ്മളിവിടെ വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ റെൻഡറിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. നമുക്കൊന്ന് അറിയണമല്ലോ ഈ കുളത്തിലെ 3 ആത്മാക്കളുള്ളതൊക്കെ എന്തിനും ഇവിടുത്തെ റെൻഡറിങ്. നമ്മളെന്തായാലും ആ കുളത്തിൻ്റെ അടുത്തുള്ള റീഡിംഗ് ഒന്ന് നോക്കുകയാണ്. നമുക്ക് അവിടുത്തെ പ്രസൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. 3 പേര് മരിച്ചതല്ലേ. നമുക്കെന്തായാലും അവിടുത്തെ റീഡിംഗ് ഒന്ന് നോക്കാം. ഞാൻ ഇവിടെ വന്നിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ പ്രസൻസ് ഒന്നല്ല കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുങ്ങൾ കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ഭയാനകമായിട്ടാണ് തോന്നിയത്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോക്ക് എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോക്ക് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് എന്തായാലും എടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ.